കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിലൊന്നായ കോട്ടയം കുമാരനല്ലൂർ ഭഗവതി ക്ഷേത്രം ഐതിഹ്യപ്പെരുമയും ചരിത്ര പ്രാധാന്യവും നിറഞ്ഞതാണ്. ക്ഷേത്രത്തിൽ ശ്രീചക്ര രൂപത്തിൽ നിർമ്മിച്ചിരിക്കുന്ന ശ്രീകോവിലും അതിനുള്ളിലെ കാർത്യായനി ദേവിയുടെ പ്രതിഷ്ഠയും വാസ്തുവിദ്യയുടെ അത്ഭുതമായാണ് കണക്കാക്കപ്പെടുന്നത്. ഐതിഹ്യങ്ങളും ചരിത്രവും തച്ചുശാസ്ത്ര വിസ്മയങ്ങളും ഒന്നിക്കുന്ന ക്ഷേത്രം. ദാമ്പത്യ വിജയത്തിനും മംഗല തടസ്സങ്ങൾ മാറുന്നതിനുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ദിവസേന ഇവിടെയെത്തി മഞ്ഞൾ അഭിഷേകവും താക്കോൽ പൂജയും വഴിപാടായി സമർപ്പിക്കുന്നത്. ആധുനിക ചരിത്രത്തിലും ഈ ക്ഷേത്രത്തിന് സവിശേഷമായ സ്ഥാനമുണ്ട്. ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരത്തിന് ശേഷം 1937 ജനുവരി 19 മഹാത്മാഗാന്ധി ക്ഷേത്രം സന്ദർശിക്കുകയും ദർശനം നടത്തുകയും ചെയ്തിരുന്നു. വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക വിളക്കും അന്നേ ദിവസം നടക്കുന്ന കാർത്തിക ഊട്ടും ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷതയാണ്. ചേരമാൻ പെരുമാൾ സുബ്രഹ്മണ്യ പ്രതിഷ്ഠയ്ക്കായി നിർമ്മിച്ച ക്ഷേത്രത്തിൽ മധുര മീനാക്ഷിയുടെ ചൈതന്യം സ്വയം വന്നിരുന്നതായാണ് ഐതിഹ്യം. അഞ്ച് പൂജകൾ 3 ശിവേലിയുള്ള മഹാക്ഷേത്രങ്ങളിൽ പെട്ട ഒരു ക്ഷേത്രമാണിത്. പ്രധാന വഴിപാട് ദേവിക്ക് 12,000 പുഷ്പാഞ്ജലിയും താറുനാഴി പായസം, കടുംപായസം, കൂട്ടുപായസം എന്നീ വഴിപാടുകളും മഞ്ഞളഭിഷേകമാണ് ഏറ്റവും പ്രധാന വഴിപാട്. വൃശ്ചികമാസത്തിൽ കാർത്തികയാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും തീർത്ഥാടകർ എത്തിച്ചേരുന്നുണ്ട്. ക്ഷേത്രം ഓഫീസായി പ്രവർത്തിച്ചിരുന്ന പഴയ കെട്ടിടത്തിന്റെ തട്ടിന് പുറത്ത് ആരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന അമൂല്യ താളിയോല ശേഖരം ക്ഷേത്രത്തിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. ഓലകൾ 2 തരത്തിലുള്ളതാണ്. അത് ഒന്ന് ക്ലാസിക്കൽ ടെക്സ്റ്റുകളാണ്, രാമായണം, ഭാരതം, അങ്ങനെയുള്ള വൈദ്യഗ്രന്ഥങ്ങൾ, അസ്ട്രോണമി, അസ്ട്രോളജി, അങ്ങനെയുള്ള ക്ലാസിക്കൽ ഗ്രന്ഥങ്ങളുണ്ട്, പുരാണങ്ങളുണ്ട്, അങ്ങനെയുള്ള. രണ്ടാമത്തത് ക്ഷേത്രത്തിൻ്റെ കണക്കുകൾ, ആധാരങ്ങൾ, അങ്ങനെയുള്ള ഇതാണ്. വർഷങ്ങൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ ഇവ വൃത്തിയാക്കി തരം തിരിച്ചു. ഈ അപൂർവ രേഖകൾ പൊതുജനങ്ങൾക്കും ഗവേഷകർക്കുമായി പ്രദർശിപ്പിക്കാൻ ക്ഷേത്രത്തിലെ പഴയ നെല്ലറ പരിഷ്കരിച്ച് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും ഗവേഷകർ ഇവിടേക്ക് എത്തുന്നുണ്ട്. ന്യൂസ് മലയാളം, കോട്ടയം.